റെഡ്മി നോട്ട് 13 പ്രോ ഇറങ്ങിയപ്പോൾ ഇത് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പം അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇറ്റ്സ് എ വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ്. ആൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഫോർ നോർമൽ ആൻഡ് മീഡിയം ഹെവി യൂസേഴ്സ്. ഗെയിമേഴ്സിന് ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ഇതിലും ബെറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബട്ട് നിങ്ങളുടെ പ്രയോറിറ്റി നല്ല ക്യാമറയുള്ള പെർഫോമൻസിൽ അധികം കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ഓൾ റൗണ്ടർ ഫോൺ ആണെങ്കിൽ ദെൻ ദിസ് വീഡിയോ ഈസ് ഫോർ യു. ബോക്സിൽ തന്നെ ചാർജറും നല്ല ക്വാളിറ്റി കവറും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിസ്പ്ലേയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 120 ഹേർട്സിൻ്റെ ഫ്ലാറ്റ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒപ്പം 1.5K റെസൊല്യൂഷനും തരുന്നുണ്ട്. അതായത് ഫുൾ HD പ്ലസിനേക്കാൾ ബെറ്റർ റെസൊല്യൂഷനാണ് 1.5K. ഇതിൻ്റെ കൂടെ തന്നെ ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും ഉണ്ട്. യൂട്യൂബിൽ നമുക്ക് 4K വീഡിയോസ് വരെ പ്ലേ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഇവിടെ വരുന്നത്. പുറത്ത് പോയി കഴിഞ്ഞാലും ഈ ഡിസ്പ്ലേ വളരെ ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. കാരണം 1200 നിറ്റ്സിൻ്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് ഇതിന് കിട്ടുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 1800 നിറ്റ്സ് ആണ്. ഡിസ്പ്ലേയിൽ തന്നെ ഇൻ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഫോഴ്സ്ഫുള്ളി നമുക്ക് 120 ഹേർട്സ് എല്ലാ ആപ്ലിക്കേഷനിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡുവൽ സ്പീക്കേഴ്സ് ആണ് വരുന്നത് വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട്. ആൻഡ് വെരി റെയർ ഫീച്ചർ, നമുക്ക് ഇയർഫോൺ കണക്ട് ചെയ്യാനുള്ള ഹെഡ്ഫോൺ ജാക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MIUI 14 അതായത് ആൻഡ്രോയിഡ് 13 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അത് കുറവായിട്ട് തോന്നാം, പക്ഷേ ഡോണ്ട് വെറി, അപ്ഡേറ്റ്സ് അവർ കൂടുതൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അതായത് 3+4 ഇയേഴ്സ് ഓഫ് അപ്ഡേറ്റ്. സോ ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റ് ഫോണുകളെ പോലെ തന്നെ ഇതിനും ആൻഡ്രോയിഡ് 16 വരെ പോകാൻ സാധിക്കും. സോഫ്റ്റ്വെയറിൽ നമുക്ക് ആപ്പ് ആനിമേഷൻസ് കാണാൻ പറ്റും. സോ നമ്മുടെ എക്സ്പീരിയൻസ് കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും. ഒപ്പം ബ്ലോട്ട് വെയർസും കൊണ്ട് എല്ലാം തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 8GB ഓഫ് LPDDR4X റാം ഉണ്ട്. ആൻഡ് 256GB UFS 2.2 ഉണ്ട്. AnTuTu സ്കോർ ഇതിൻ്റെ 5.8 lakhsന് അറൗണ്ട് ആയിട്ട് വരുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ഗെയിമിംഗ് ഫോൺ അല്ല, ബട്ട് നോർമൽ ടു മോഡറേറ്റ് യൂസേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും ഇതിൽ വരാൻ പോകുന്നില്ല. ആൻഡ് യെസ്, നമ്മളെല്ലാവരും കാത്തിരുന്ന ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്കിൽ വരുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. 200 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആൻഡ് യൂസ്ലെസ് 2 മെഗാ പിക്സൽ മാക്രോ ക്യാമറ. മെയിൻ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ഇംപ്രസീവ് ഡീറ്റെയിൽസ്. 4x സൂം ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റെയിൽസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും ഡീറ്റെയിൽസിന് യാതൊരു കുറവുമില്ല. ഇൻഫാക്ട് നോയ്സ് വളരെ കുറവാണ്. നാച്ചുറൽ കളേഴ്സാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അൾട്രാ വൈഡ് ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 8 മെഗാ പിക്സലിന് എടുക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസിനൊക്കെ ഒരു പരിധിയുണ്ട്. ഫ്രണ്ട് ക്യാമറ 16 മെഗാ പിക്സലിൻ്റെയാണ്. എഗെയിൻ നല്ല ഫോട്ടോസ് ആണ് എടുക്കുന്നത്. ആൻഡ് വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ നമുക്ക് 4K at 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് OIS ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്റ്റെബിലിറ്റി അതിന് കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 1080p at 60 FPS വരെയാണ് മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നത്. കണക്ടിവിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 10 5G ബാൻഡ്സ് ആണ് വരുന്നത്. ഒപ്പം Wi-Fi 5 ഉണ്ട്, ബ്ലൂടൂത്ത് 5.2 ഉണ്ട്. പക്ഷേ NFC ഇവിടെ കൊടുത്തിട്ടില്ല. 5100 mAhൻ്റെ ബാറ്ററിയാണ് വിത്ത് 67 വാട്ട് ചാർജർ. അതായത് ഏതാണ്ട് 40 മിനിറ്റിനുള്ളിൽ ഫോൺ 0 to 100% ചാർജ് ആകും. കൂടാതെ ഫോണിൽ IR സെൻസർ വരുന്നുണ്ട്. അതായത് നമ്മുടെ TV AC ഒക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 3.5mm ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ IP റേറ്റിംഗ് എന്ന് പറയുന്നത് IP54 ആണ്. സോ അല്പം വെള്ളം നനഞ്ഞാലോ പൊടിയടിച്ചാലോ ഒന്നും അധികം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി കോളിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡുവൽ മൈക്ക് കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല നോയ്സ് ക്യാൻസലേഷൻ ഉണ്ടാവും. ഫൈനലി എനിക്ക് പറയാനുള്ളത് അറൗണ്ട് 18,500 എന്ന ബജറ്റിൽ ഇതിൻ്റെ 256GB വേരിയൻറ്റ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാം. ഇനി അതല്ല ഇതിലും നല്ല ക്യാമറ ആൻഡ് പ്രോസസ്സർ വേണമെന്നുണ്ടെങ്കിൽ മോട്ടോയുടെ എഡ്ജ് 15 Neo ഒരു നല്ല ഓപ്ഷനാണ്. അതിൻ്റെ പ്രൈസ് അറൗണ്ട് 21,000 ആണ് വരുന്നത്. ബട്ട് അതിൻ്റെ സ്ക്രീൻ ആൻഡ് ബാറ്ററി ചെറുതാണ്. സോ എല്ലാവർക്കും അത് സൂട്ടബിൾ ആവണം എന്നില്ല. ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കോമ്പറ്റീറ്ററായ സാംസങ്ങിൻ്റെ ഗാലക്സി M35 എന്ന് പറയുന്ന ഫോണുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാം.